നമസ്കാരം, ലിയാനോ ഓയിലിൻ്റെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നുള്ളത് വർക്കലയാണ്. നമുക്കൊരു ഡോഗിന് ട്രെയിനിങ് വന്നിട്ടുണ്ടായിരുന്നു. ആള് ഹസ്കിയാണ്. അവൻ്റെ പ്രശ്നങ്ങളെന്ന് വെച്ചാൽ അവൻ്റെ ഓണർ തന്നെ പറയും. അപ്പോൾ ആൾ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് അത് നമ്മൾ എടുക്കാൻ വന്ന രാത്രിയായിരുന്നു. അപ്പോൾ ആ സമയത്ത് അവൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും നമുക്ക് കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇവൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളും അവൻ്റെ ഓണർ തന്നെ പറയും. ആളെൻ്റെ കൂടെയുണ്ട്. ഞങ്ങളിപ്പോൾ ഗ്രൂമിങ് സെൻറ്ററിലേക്ക് പോകുന്ന വഴിയാണ്. കുറച്ച് പ്രശ്നങ്ങളുണ്ട് ആൾക്ക്. അപ്പോൾ ആ പ്രശ്നങ്ങൾ നമുക്ക് കേൾക്കാം. ആദ്യം ഓണറെ പരിചയപ്പെടാം. ബ്രോ ഒന്ന് പറഞ്ഞേ. പ്രശ്നങ്ങൾ മാത്രമല്ല, ആദ്യം പറയേണ്ടത് പേര്. കൂളായിരിക്കും. എന്നിട്ട് ആദ്യം പേര് പറ, ഡോഗിന്റെ പ്രശ്നങ്ങൾ പറ, എന്തായിരുന്നു ട്രെയിനിങ് ചെയ്യേണ്ട സാഹചര്യം, അതൊക്കെ പറ. എൻ്റെ പേര് അമൽ. നമ്മുടെ ഡോഗ് ഒരു ഹസ്കിയാണ്. ഇദ്ദേഹം ഭയങ്കര അഗ്രസീവാണ്. അഗ്രസീവ് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാകത്തില്ല. ചിലവർക്ക് പുള്ളി ഇഷ്ടപ്പെടും, ചിലവർക്ക് പുള്ളിക്ക് ഇഷ്ടപ്പെടില്ല. ചിലവരെ വീട്ടിൽ വരുമ്പോൾ കൂളായിട്ട് നിൽക്കും, അടുത്ത് വരുമ്പോഴത്തേക്കും കടിക്കും. അങ്ങനത്തെ ഒരു അവസ്ഥയിലോട്ട്. എത്ര ആൾക്കാർക്ക് അടിച്ചിട്ടുണ്ട് ഇപ്പോൾ? നമ്മളൊരു ഗ്രൂമിങ് സെന്ററിൽ പ്രശ്നമുണ്ടല്ലോ മെയിനായിട്ട്. ഗ്രൂമിങ് സെന്ററിൽ അത് തീർക്കാൻ വേണ്ടി നമ്മളിപ്പോൾ പോകുന്നത്. സെന്ററിൽ ഇഷ്യൂ ഉണ്ട്. ഓക്കെ. ഗ്രൂമിങ് സെന്ററിൽ ചെന്ന് അവിടെ ഇതുവരെ ഗ്രൂമിങ് സെന്ററിൽ മാത്രമായിട്ടൊരു 5 പേരെ കടിച്ചിട്ടുണ്ട്. 5 പേരെ അങ്ങനെ അടിച്ചിട്ടുണ്ട്. അത് ഒരേ സെന്റർ തന്നെ, പല പല സെന്ററിനായിട്ടാ? പല സെന്റർ. ഓക്കെ. ആദ്യത്തെ കടി 4 പേർക്ക് ആദ്യത്തെ സെന്ററിൽ നിന്ന് തന്നെ കിട്ടി, തിരുവനന്തപുരത്ത് നിന്ന്. പിന്നെ ഓരോ സെന്ററൊന്നും അല്ലാത്ത കടികൾ. അപ്പോൾ ഈ പ്രശ്നം ഗ്രൂമിങ് സെന്ററിലേക്ക് പഠിപ്പിക്കുന്നുണ്ടായില്ല? ഇല്ല. വീട്ടിൽ തന്നെ ആയിരുന്നു കാര്യങ്ങളൊക്കെ? ഓക്കെ. അപ്പോൾ അതും ഒരു പ്രശ്നം. രണ്ടാമത് വീട്ടിലെ പ്രശ്നം എന്തൊക്കെ ആയിരുന്നു? വീട്ടിനകത്തല്ലാതെ പുള്ളിയുടെ ടെറിട്ടറിയിൽ വേറെ ഒരാളെ കയറുന്ന ഇഷ്ടമല്ല. അപ്പോൾ എന്ത് ചെയ്യും? അടച്ചിടേണ്ടി വരും. അതെ. പുറത്തേക്ക് ഇറങ്ങി ഓടാറുണ്ടോ? ഓടാറില്ല. ഇപ്പം പുറത്ത് ആളെ കണ്ടുപോയാൽ പിന്നെ നമ്മൾ വിളിച്ചാലൊന്നും പറ്റത്തില്ല, അവിടെ നിന്ന് കളയും. അപ്പം നമ്മൾ ലോക്ക് ചെയ്യണം. പുറത്തുനിന്ന് നമ്മൾ കയറുന്ന അവിടെ അതില്ലേ, അത് അടച്ച്. പിന്നെ ആ സമയത്ത് അവനെ പിടിച്ച് മാറ്റാൻ പറ്റുമോ? ഇല്ല, പുള്ളി ചിലപ്പോൾ ഒന്ന് വൈലൻ്റായി കളയും. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് ട്രെയിൻ ചെയ്യേണ്ട സാഹചര്യം അല്ലേ? പിന്നെ ആള് ഒരു VIP കാറ്റഗറിയാണ്, വീടിന്റെ അകത്ത് തന്നെയാണ് അല്ലെ, പുറത്തേക്ക് അധികം ഇറക്കി വിടാറില്ല. അപ്പോ അത് കാരണം ആള് കുറച്ചൊന്ന് വഷളായിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ ആൾ ഓക്കെയാണ്. നമുക്ക് എന്തായാലും ഗ്രൂമിങ് സെന്ററിലേക്ക് കൊണ്ടുപോയേക്കാം. അവിടെ നിന്ന് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ശരി. നമ്മളൊരു മാസ്ക് ഇട്ടിട്ടുണ്ട് അതിന്, കാരണം ഓക്കെ അല്ലേ? ഇല്ല, ഊരണ്ട, മാസ്ക് ഇരുന്നോട്ടെ. ഓക്കെ. പേടി കുറച്ച് ദൂരം മാറണം. അറിയുള്ളൂ. കുഴപ്പമില്ല. നമ്മളുള്ളത് ഡോക്ടർ ടൈൽസ് വർക്കല അല്ലേ? എവിടെയാ? ഡോക്ടർ ടൈൽസ് വർക്കല. ഈ ടൈലിൽ നടക്കാറില്ല അല്ലേ? പഴുപ്പുണ്ട്. പറഞ്ഞോ, എന്താ സംഭവം? ലാസ്റ്റ് ഉണ്ടായത് വെള്ളം അടിക്കുമ്പോൾ കുഴപ്പമില്ല. ഒരു സോപ്പ് ഇട്ടിട്ട് നെക്സ്റ്റ് പാർട്ടൊക്കെ ആകുമ്പോഴത്തേക്കും അന്ന് മാസ്ക് ഇട്ടിട്ടില്ലായിരുന്നു. ഇത് ഇവിടെ ചെയ്യുന്ന സമയത്ത് അല്ലേ? ഇവിടെ ഈ പാർട്ട് ഇവിടെ തുടങ്ങുന്നതിൻ്റെ കൂടെ നമ്മളോടൊന്നും കുഴപ്പമില്ല. വെള്ളം ഒഴിച്ചപ്പോഴും കുഴപ്പമില്ല. നമ്മൾ സോപ്പ് ഇട്ടപ്പോഴത്തേക്കും പ്രശ്നമൊക്കെ മാറി. ആ ഭാഗത്തേക്ക് പിടിച്ച് അവിടെ നിന്ന് ആൾക്ക് കടി കിട്ടി. അല്ലെങ്കിൽ 2 കടി കിട്ടി. അന്ന് മാസ്ക് ഇട്ടുണ്ടായില്ല? അപ്പം അന്ന് മാസ്ക് ഇല്ലായിരുന്നു. പിന്നെ ഞാൻ വന്ന് അയാൾ കടി കിട്ടിയതിന് ശേഷമാണ് മാസ്ക് ഇട്ടത്. ഓക്കെ. അപ്പോൾ ഈ സമയത്ത് നമുക്ക് കൺട്രോൾ ചെയ്തേ പറ്റൂ. ചോക്സിൻ ഇടാം, ചോക്സിൻ എന്തായാലും ഇടണം, ലീഷ് ഇടണം, എന്നിട്ടത് പഠിപ്പിക്കണം. ചെയ്യാൻ പാടില്ല. नो करते हैं तो वो चॉकलेट डालना पड़ेगा. रुको, हाँ 1 मिनट, रुको काटता है. नो, अभी चॉकलेट डालेगा. Good boy Simba, good boy, nice, good boy Simba, good boy. ഈ സമയത്തല്ലേ കടി പറഞ്ഞത്? ഈ സമയത്താണ് കടി വരുന്നത്. ഓക്കെ. Good boy Simba, nice, good boy.
ഗുഡ് ബോയ്. നൈസ് നൈസ്. മൂക്കിന്റെ ഭാഗത്ത് അതും ഒരു ഇതുണ്ട്. थोड़ा टाइट करना चाहिए मास्क. ഈ കണ്ണിന്റെയും മൂക്കിന്റെ സെന്റർ. ओके वेट थोड़ा टाइट. അയ്യോ वो जरा मैं रुक मैं करेगा नो good boy Simba, nice, good boy. So the first time ആണ്ടാ ഗ്രൂമിങ് 2 പ്രാവശ്യം കൊണ്ടുപോയി കഴിയുമ്പോൾ പ്രശ്നം സോൾവ് ആവും. മാറ്റമുണ്ടോ? തോന്നുന്നുണ്ടോ? നോ, നെക്കിൻ്റെ ഭാഗത്തല്ലേ, അത് റെഡിയാവും. ചെയ്ത് വന്നാൽ ഇതെന്തായാലും ചെയ്യിപ്പിക്കണം ഇവരെ കൊണ്ട്. ഇവർക്ക് പേടിയില്ല, അതുകൊണ്ട് ആ പ്രശ്നം എനിക്ക് പേടിക്കണ്ട. ഞാനിപ്പോൾ മാസ്ക് ഇടാൻ പറഞ്ഞിട്ടും അല്ല ചെയിൻ ഇടാൻ പറഞ്ഞിട്ട് ഇവർ പറഞ്ഞ് വേണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഇവർ പേടിയില്ല, അപ്പോൾ അവർ ചെയ്തോട്ടെ. പേടിയില്ലെങ്കിൽ നോ. അപ്പോൾ ഇപ്പോൾ അവർ പറയുന്നത് ചോക്ക് ചെയിൻ ഇട്ടോ വന്ന്. അപ്പോൾ ഇപ്പോൾ അവർക്ക് മനസ്സിലായി ഇതാണ് സംഭവം. ചെയിൻ നോ നോ നോ. അപ്പോൾ ഇനി ചെയ്യേണ്ടത് ഈ സമയത്ത് ഒരു ചോക്ക് ചെയിൻ പിടിക്കാം. പിടിച്ചാൽ മതി ജസ്റ്റ്. ഇവർ കടി കിട്ടാൻ പാടില്ലല്ലോ. Good boy Simba, good boy, nice. क्या बोलो Simba, इधर. No. ഇല്ല സിംബ ഇല്ല ഇല്ലടാ. ഓക്കെ good boy. Good boy, nice. Good boy Simba. എങ്ങനെയുണ്ടായിരുന്നു ആള് ഗ്രൂമിങ്ങിൻ്റെ? നന്നായി, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, കൂളാ. ചെറിയൊരു അടച്ചൽ ആദ്യം കാണിച്ചു തരാണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല? വേറെ കുഴപ്പമൊന്നുമില്ല. പേടിയും മാറി തോന്നുന്നു. ആദ്യം തവളെ പോലെ കൈ രണ്ടും ഇങ്ങനെ. Good boy. Nice boy Simba. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോൾ എങ്ങനെയായിരുന്നു ഗ്രൂമിങ്? അടിപൊളിയായിരുന്നു. ഇതിനു മുമ്പ് എത്ര പ്രാവശ്യം ഗ്രൂമിങ് ഉണ്ടായിട്ടുണ്ട്? ഒരുപാട് പ്രാവശ്യം, ഒരു 15 പ്രാവശ്യം അങ്ങനെ കൊണ്ടുപോയിട്ടുണ്ട്. ഓക്കെ. ചെറുപ്പം തൊട്ടുള്ളത് കൂട്ടിയിട്ട്. ചെറുപ്പത്തിലൊന്നും വലിയ പ്രശ്നമില്ല അല്ലേ? ചെറുപ്പത്തിലൊന്നും കുഴപ്പമില്ല. ഇപ്പൊ അടുത്താണ് പ്രശ്നം തുടങ്ങിയത്? അടുത്തെന്ന് പറഞ്ഞാൽ ആദ്യമായിട്ടൊരു സ്ഥലത്ത് പോയി, തിരുവനന്തപുരത്താണ് ചെയ്തത്. അപ്പൊ അവിടെ കടി തുടങ്ങി, പിന്നെയാണ് പുള്ളി കടിയിലോട്ടങ്ങ്. അതുവരെയും കുഴപ്പമില്ലായിരുന്നു. അതും അവരുടെ മിസ്റ്റേക്ക് ആയിരുന്നത്. ഇപ്പൊ എന്തായിരുന്നു പ്രശ്നം കണ്ടത്? പ്രശ്നം ഇപ്പോൾ കണ്ടിട്ട് എന്താ നെക്കിൻ്റെ അത് പിന്നെ ലാസ്റ്റ് ആയപ്പോൾ കുഴപ്പമില്ലായിരുന്നത്. നെക്കിന് നമ്മൾ എടുക്കുമ്പോൾ തന്നെ പ്രശ്നമില്ല അല്ലേ? ഇല്ല, എടുക്കുമ്പോൾ ഒരു കുഴപ്പമില്ല. അപ്പൊ ഈ സംഭവങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യണം വീട്ടിൽ നിന്ന്.
നെക്കിന്റെ ഭാഗത്താണ് അവന് ഈ പ്രശ്നങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആ നെക്കിന്റെ ഭാഗങ്ങളിൽ വെച്ച് ചെയ്ത് അവൻ എന്തെങ്കിലും ഫീഡിങ്ങോ അതല്ലെങ്കിൽ പെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശരിയാവും. പക്ഷെ പുറത്തുനിന്നുള്ള ആൾക്കാർ ചെയ്യുമ്പോൾ അങ്ങനെ ആവണമെന്നില്ല. അപ്പോൾ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാം, പക്ഷെ മാസ്ക് ഇട്ടിട്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടിട്ട് കുറച്ച് ദിവസങ്ങളിൽ മാസ്ക് ഇങ്ങനെ എടുക്കട്ടെ. മാസ്ക് ഇട്ടാലും നമുക്ക് ഡോഗിനെ കൺട്രോൾ ചെയ്യുന്ന പ്രശ്നമൊന്നുമില്ല. മാസ്ക് ഫ്രീ ആണ്, ഫ്രീ ആയിട്ട് കൂടുതലും വെച്ച് കേട്ടാ. ഓക്കെ, ഗ്രൂമിങ്ങിന്റെ പ്രശ്നങ്ങൾ ഇനി ഉണ്ടാവില്ല പ്രതീക്ഷിക്കുന്നു. അത് നീയും അകത്ത് കയറണം ചെയ്യുന്ന സമയത്ത്. കാരണം ഡോഗ് പെട്ടെന്ന് ഒരു ഗ്രൂമിങ് സെന്ററിലേക്ക് കയറുമ്പോൾ ഡോഗ് ഒറ്റക്കായിട്ട് അല്ല, നമ്മളാ കളി തുടങ്ങി അവര് നമ്മള് പറഞ്ഞായിരുന്നു കൂടെ കയറാം, അവര് സമ്മതിച്ചില്ല. ഇപ്പൊ ഫസ്റ്റ് നമ്മൾ പറയുമ്പോഴും അവര് പറഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ പറയുമ്പോൾ അവര് പറഞ്ഞു വെച്ചാൽ ഇത് വേണ്ട, ഇത് ചൊക്സയും വേണ്ടെന്ന് പറഞ്ഞത്. പിന്നെ നമ്മൾ അതിന്റെ ആവശ്യം പറഞ്ഞാൽ അവർക്ക് മനസ്സിലായി ഇത് ഇല്ലാണ്ട് പറ്റില്ല. അപ്പൊ അതിനുശേഷമാണ് ഡോഗ് ഒന്ന് ഫ്രീ ആയത്. അപ്പൊ ഇത് പറയുമ്പോഴും അവരോട് പറയണം, ഡോഗ് ട്രെയിനിങ്ങിലാണ്, ഡോഗിന്റെ ട്രെയിനിങ് ഇപ്പോൾ അതുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും, ഇല്ലെങ്കിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന കാര്യങ്ങൾ അവരോട് പറയണം. ആള് സുന്ദരനായില്ലേ? നോ, ദേഹത്ത് കയറണ്ട. നോ, ഇനിയിപ്പോൾ മാസ്ക് ഒന്ന് അഴിച്ചു വെച്ച് നമുക്ക് ഫുഡൊക്കെ കൊടുക്കാം. കുറച്ചായിട്ട് കൂട്ടിലാക്കിയിട്ട് ഫുഡൊക്കെ കൊടുത്ത് കൂട്ടി തന്നെ കൊടുത്താൽ ഇവിടെ എല്ലായിടത്തും വെക്കണ്ട. ഗുഡ് ബോയ്, ഗുഡ് ബോയ്. അവിടെ കിടത്തി പോ. ഡൗൺ ഡൗൺ. ഒരു കമാൻ ഒറ്റ പ്രാവശ്യം വന്നാൽ മതി. അപ്പോൾ എന്തായിരുന്നു ഇവിടുത്തെ പ്രശ്നങ്ങൾ? ഇവിടെ വീട്ടില് ഫസ്റ്റ് രോഗമായിട്ടുണ്ട് കേട്ടോ, കുറച്ചോ ഗ്രൂമിങ്ങിന്റെ. വീട്ടിൽ ഗേറ്റിന്റെ കോമ്പൗണ്ട് കഴിഞ്ഞാൽ നല്ല സ്വഭാവം മാറും. അയച്ചു വിടാൻ പറ്റില്ല. അതുപോലെ ആള് പ്രത്യേകിച്ച് പുറത്തുനിന്ന് വരാൻ പാടില്ല. പുള്ളിക്ക് വീട്ടിനകത്തുള്ളവർ മാത്രമേ ആവാം, അതിന് പുറത്തുനിന്ന് വേറെ ആരും വന്നാലും ശരിയാവില്ല. നമുക്ക് ആരെങ്കിലും വിളിക്കാൻ പറ്റുമോ ഒന്ന് ട്രെയിലോ കാണിച്ച്? അപ്പുറം വീടുന്ന ആൾക്കാർ വന്നെങ്കിലോ? അവരെല്ലാം പറക്കി പോയിട്ടുണ്ടാവും. അല്ല, ഇപ്പൊ മാമിയൊക്കെ വന്നില്ലായിരുന്നു, മാമിയുടെ അടുത്തൊന്നും കുഴപ്പമില്ലായിരുന്നല്ലോ. മാമിയെ പോലും, അത് ഞാൻ വീട്ടിനകത്തൊന്നും ഉദ്ദേശിച്ചത് ഈ വീട്ടിൽ താമസിക്കുന്നത് മാത്രം. മാമിയായ പോലും പുള്ളിക്ക് അത്ര ഇഷ്ടമല്ലായിരുന്നു. മാമി പുറത്തുനിന്നുള്ള ആളാണല്ലേ? അപ്പോൾ അവിടെ മുകളിലെ വീട്ടില്. ഇവിടെ വരാൻ പറ്റും, നല്ലത്. ഇവിടെ തന്നെ നമുക്ക് എടുക്കാം. നേരത്തെ വന്നില്ലേ ചേച്ചി? ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ കയറി കയറിക്കും, ഒരു കുഴപ്പമില്ല. മതിയായി, അവൻ പോയി. ഷാനോണം തൊടത്തില്ല, അത്രേ ഉള്ളൂ. വെള്ളത്തിനായിരിക്കും അതായിരിക്കും. വരുന്നു സുംബ. പോയി ആൾക്കാർ വന്നാലും ബാക്ക് അല്ലേ? ആര് വന്നാലും ഉപദ്രവിക്കാൻ പാടില്ല. അതെ, അതാണ് വേണ്ടത്. എന്നാൽ അവരൊക്കെ അലമ്പാക്കി ഇങ്ങനെയായിരുന്നു ആൾക്കാർ വരുമ്പോ. അല്ല, അപ്പൊ എന്തായാലും പ്രശ്നം കയറുന്ന ഓടിച്ചാടി കയറും. കടിച്ചിട്ടുണ്ടോ? കടിച്ചിട്ടുണ്ട്. കടിയാണ് തുമ്പേരെ. ഇപ്പൊ വളരെ ഡീസന്റ്. അത് ഇളക്കുന്നത് കുഴപ്പമില്ല, പക്ഷെ വന്നതല്ലേ ഉള്ളു. ഇവർക്ക് പേടിയുണ്ടാവും ഓൾറെഡി, കാരണം ഇതിനു മുമ്പ് ഇതൊക്കെ സംഭവിച്ചതല്ലേ. അപ്പൊ പേടി ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് മാസ്ക് ഉപയോഗിക്കുന്നത്. ഒന്നോ രണ്ടോ ദിവസത്തിൽ നമുക്ക് ഒഴിവാക്കാം, കാരണം അവൻ ഓക്കെ ആണെങ്കിൽ, അവൻ നല്ല കുട്ടിയാണ്, നമുക്ക് അതിന്റെ ആവശ്യമില്ല. വെള്ളം കുടിച്ചപ്പോ വെള്ളം കുടിച്ചില്ല, അങ്ങോട്ട് പോയി, പൈപ്പിന്റെ അവിടെ പോയി. നമുക്ക് ഇത്രയേ ഉള്ളൂ, പോരെ? ശരി, നല്ലതായി. ഇപ്പൊ ഒരുപാട് മാറി.
സിംബ ഡീസന്റ് ആയി മഹാവൃത്തക്ക്. ഇങ്ങനെ ഒരു സ്ഥലത്ത് നിക്കത്തോലും ഇല്ല. അവ ഇങ്ങനെ ഒരു സ്ഥലത്ത് പുള്ളി ഒതുങ്ങി നിക്കുകയില്ലല്ലോ. അങ്ങനെ ആള് വന്നാൽ ഇവിടെ കയറി നിൽക്കും ആദ്യം, കൈ രണ്ട് ഫ്രണ്ടിൽ വെച്ച് ഫ്രണ്ടിൽ വെച്ച് ആളിനെ ഇങ്ങനെ അറ്റാക്ക് ചെയ്യാനുള്ള ഒരു നോട്ട് അടുത്ത് വരുന്നവരെ കാത്തു നിൽക്കും. താങ്ക് യു സൂപ്പറാക്കി. ഇനി നമുക്ക് ചെയ്യുന്നത് അത് ഈ ദേഹത്ത് ചെയ്യുന്ന സമയത്ത് വേഗം വേറെ എന്തെങ്കിലും ആവശ്യത്തിന് എന്ന് പറഞ്ഞില്ലേ, അപ്പൊ അതൊന്നും ശ്രദ്ധിക്കണം. അപ്പൊ അവനോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കിയ സംഭവം അതും ഓക്കെ ആവും. അത് പെട്ടെന്ന് നമ്മൾ ഒന്ന് കയറി പിടിക്കുമ്പോൾ അവർക്ക് വേറെ എന്തോ ഇത് പിടിക്കുന്നതാണ്. അപ്പോൾ അതൊന്ന് റെഡി ആക്കേണ്ടി വരും. എന്തെങ്കിലും വിളിക്കാൻ ഡൗട്ട് എന്തായാലും വിളിക്കണം, എന്തുണ്ടെങ്കിലും വിളിക്കണം. വിളിച്ചാൽ മാത്രമേ എനിക്ക് അറിയാൻ പറ്റൂ. സച്ചിൻ ഇവിടെ കയറണം. ഓ അത് അല്ല, എനിക്ക് നിങ്ങൾ പറഞ്ഞാൽ ഇതിന്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാവും. ഞാൻ വിളിക്കാം. ഓക്കെ ഓക്കെ.